ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട്, ഏകദേശം 10 ദിവസത്തോളമായി വീഡിയോ ഇട്ടിട്ട്. ഇടയിൽ കുറച്ച് ട്രാവലിംഗ് ഉണ്ടായിരുന്നു, കുറച്ച് വീട് ഒതുക്കി വയ്ക്കാമെന്നും പറഞ്ഞിട്ട് വീട് ക്ലീനിങ് ആയിരുന്നു. പൊടിയൊക്കെ അടിച്ചിട്ടാന്ന് തോന്നുന്നു. നല്ല ജലദോഷവും നല്ല തൊണ്ടവേദനയായിരുന്നു അത്രയും ദിവസം. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത്. സൗണ്ട് ശരിയുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ശരിയായി, എന്നാലും ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് എനിക്ക് സൗണ്ടിൽ. അപ്പം ക്രിസ്മസ് ആവാറായി. ഞാൻ ഒരാഴ്ച മുമ്പേ പ്ലാൻ ചെയ്തതാണ് ക്രിസ്മസിൻ്റെ റെസിപ്പീസൊക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അതെല്ലാം ഡിലേ ആയി കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് ക്രിസ്മസ് റെസിപ്പീസ് അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസിന് മാത്രമല്ല, അല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ കപ്പയും ഉള്ളിച്ചമ്മന്തിയും, അതായത് പച്ചമുളക് വെച്ചിട്ടുണ്ടാക്കുന്ന ഉള്ളിച്ചമ്മന്തിയാണ് കാണിച്ചു തരുന്നത്. കപ്പ 2 രീതിയിൽ ഉണ്ടാക്കണത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് സാധാരണ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് സെർവ് ചെയ്യുന്നതും, ഉള്ളിച്ചമ്മന്തിയുടെ ഒപ്പം സെർവ് ചെയ്യുന്നതും. അതല്ലാതെ നമ്മൾ കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി ഒക്കെ ആഡ് ചെയ്തിട്ട് കപ്പയൊക്കെ ഒന്ന് ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് ടൂസ് ചെയ്തെടുത്തിട്ടുള്ളതും വേറൊരു രീതിയും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. വെറും സിമ്പിളായിട്ടുള്ള വെറും ഉപ്പിട്ടിട്ടുള്ള കപ്പയും ഉള്ളിച്ചമ്മന്തിയാണോ ഇഷ്ടമെങ്കിൽ അത് കഴിക്കാം. യൂഷ്വലി കപ്പ കഴിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഉള്ളിച്ചമ്മന്തി, ഇല്ലെങ്കിൽ മീൻകറി, അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെയാണ്. ഞാൻ വെജ് ആയതുകൊണ്ട് ഞാൻ ഈ ഉള്ളിച്ചമ്മന്തിയിൽ ഒതുക്കി. ഹസ്ബൻഡിന് ചിക്കൻ കറി വേണമെന്ന് പറഞ്ഞു, ഇനി അപ്പോൾ അത് ഉണ്ടാക്കണം. ഓക്കെ, അപ്പം ഇതെന്തായാലും ഈ ഒരു കോമ്പിനേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും മിക്ക വീടുകളിലും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ കൂടെ ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് കപ്പ ആദ്യം ഞാൻ ക്ലീൻ ചെയ്യണത് എങ്ങനെയാണ് കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണത് എന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ കുറച്ച് ഈസി പണിയാണ് ഞാൻ ചെയ്യുന്നത്. 2 ഭാഗവും ഞാൻ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ക്യാരറ്റ് സ്ക്രേപ്പർ ഇല്ലേ, എൻ്റെ കയ്യിലൊരു ക്യാരറ്റ് സ്ക്രേപ്പർ ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ കപ്പ തൊലി കളഞ്ഞിട്ട് എടുക്കാൻ പറ്റും. അല്ലാതെയും ഇങ്ങനെ പൊളിച്ചെടുക്കാറുണ്ട് കേട്ടോ. ഞാനത് പ്രിഫർ ചെയ്യാറില്ല. ഞാനെപ്പോഴും ഇങ്ങനെയാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നാറുള്ളത്, ഇങ്ങനെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അല്ലാതെ ചെയ്യാൻ അറിയുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതേമാതിരി രണ്ടും ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, അതായത് കേട്ടോ, ഇതിങ്ങനെ 2 ലെയറായിട്ട് ഇട്ട് വന്നിരിക്കുന്നുണ്ടോ. ഇത് നമുക്ക് ഇങ്ങനെ കത്തി കൊണ്ട് തന്നെ അടർത്തി എടുക്കാൻ പറ്റും. ഇങ്ങനെയും ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞു. ഇനി ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് ഓക്കെ, ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടല്ലോ, മുങ്ങണ രീതിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഒരുപാട് വലുതാണെങ്കിൽ 4 കട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്നെ 2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിലോട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഞാൻ അടുപ്പിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ്. കപ്പയുടെ ഇതുപോലെ ഇരിക്കും. നല്ല കപ്പയാണെങ്കിൽ 5 മിനിറ്റിലൊക്കെ വേവും, അല്ലെങ്കിൽ ഒരു 7 മിനിറ്റിൽ. ഒരുപാട് ഓവർ കുക്ക് ചെയ്യണ്ട. ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും. അത്ര വേണ്ട, നമുക്ക് ജസ്റ്റ് പീസായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് മാക്സിമം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തോ നോക്കിക്കഴിഞ്ഞിട്ട് പോരെങ്കിലും ഒരു 2 മിനിറ്റ് കൂടെ എക്സ്ട്രാ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ വെന്ത ശേഷം നമുക്ക് ചമ്മന്തി അടിക്കാം. ഓക്കെ, അപ്പോൾ അത് അടുപ്പ് കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വീട്ടിലെല്ലാം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ.
ഞാനിപ്പം ഇതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ആഡ് ചെയ്തിട്ടില്ല. എനിക്ക് വൈറ്റ് കളറിലാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് ശേഷം ഞാൻ വേണമെങ്കിൽ ഇത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കില്ലേ, അതുപോലെയും കാണിച്ചു തരാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് ഉള്ളിയും പച്ചമുളക് വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ശേഷം കാണിച്ചു തരാം. ഈ കപ്പ തന്നെ നമുക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ചതച്ചിട്ടത്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ളതും ഞാൻ കാണിച്ചു തരാം. കടുകൊക്കെ വറുത്തിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം. രണ്ട് രീതിയിലും കാണിച്ചു തരാം. പ്ലെയിനായിട്ട് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലെയിനായിട്ട് തന്നെ സെർവ് ചെയ്യാം. അല്ല കുറച്ചുകൂടെ സ്പൈസിനെസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും വേവട്ടെ. വെന്ത ശേഷം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. വെള്ളം തിളക്കട്ടെ. തിളച്ചിട്ടൊരു 10 മിനിറ്റ് വെക്കാൻ പോവാണ്. നമുക്ക് ഇടയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 5-6 മിനിറ്റ് ഉള്ളപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു കത്തി കൊണ്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഉള്ളിൽ കത്തി പോവുകയാണെങ്കിൽ വെന്തെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ വെന്ത ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ വെള്ളം നന്നായി തിളപ്പിച്ചു. ഒരു 7 മിനിറ്റ് തിളപ്പിക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ നോക്കൂ, നല്ലോണം വെന്തിട്ടുണ്ട്. കണ്ടോ, കത്തി ഉള്ളിപ്പോണത്. അപ്പം ഇനി ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അല്ലെങ്കിൽ വെള്ളം നന്നായിട്ടൊന്ന് ഊറ്റിക്കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിൽ കുറച്ചെടുത്തിട്ട് നമ്മൾ ചെറിയ ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് പുരട്ടിയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. എല്ലാം ഞാൻ ആക്കണില്ല. അപ്പോൾ ഇതെല്ലാം കോരി മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കപ്പ വേവിക്കുന്ന സമയത്ത് ഞാൻ ഒരു പിടി ചെറിയ ഉള്ളി, അതായത് ഒരു 10-15 ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതേമാതിരി ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട്, അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. നമുക്കിപ്പോൾ അമ്മിക്കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് പൾസിൽ ഇട്ടിട്ട് 2-3 പ്രാവശ്യം ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. 2-3 പ്രാവശ്യം ഒന്ന് ആ പൾസിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അരിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ. ഇപ്പോൾ കല്ലുപ്പില്ലെങ്കിൽ സാധാരണ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൾസിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കട്ടെ. അതിന് ശേഷം കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഞാൻ കുറച്ചെടുത്തിട്ട് മാത്രം ഒന്ന് സീസൺ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണോ എന്നുള്ളത്. അങ്ങനെയും സെർവ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. എന്തായാലും ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ കപ്പ എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ചതച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട്, നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ചിലപ്പോൾ തന്നെ മതിയാവും. എരിവില്ലാത്തതാണെങ്കിൽ ചിലപ്പോൾ 4 ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ 2 ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം എരിവ് കഴിക്കാത്ത ആൾക്കാരാണ് ഇവിടെ. എൻ്റെ ഹസ്ബൻഡിനും എരിവ് ഇഷ്ടമില്ല, എനിക്കും അത്ര എരിവ് ഇഷ്ടമില്ല. കണ്ടോ, ജസ്റ്റ് ഒന്ന് ചതഞ്ഞെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഒരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് മതിയോ എന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ. ഇതിൽ ഉപ്പ് കറക്റ്റാണ്, എരിവും നല്ല എരിവുണ്ട്. അപ്പോൾ എനിക്ക് 2 പച്ചമുളക് കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്താൽ ഒരു 1/2 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നമുക്കൊരു സ്പൂണോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെർവ് ചെയ്യാം. ഇപ്പോൾ കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. എല്ലാവരും മിക്ക വീടുകളിലും ചെയ്യുന്നതാണ്. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. ഒരു 3/4 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞു. ഇനി ഇതങ്ങനെ ഒരു കപ്പയുടെ ഒരു പീസ് എടുക്കുക. ഇതിലിങ്ങനെ മുക്കുക, കഴിക്കാം. സൂപ്പർ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ നോക്കണം. ഇതൊന്ന് സീസൺ ചെയ്തിട്ട് കൂടെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് പൈനും കൂടെ നമുക്ക് ചെറിയ ഉള്ളി വേണം. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി കൂടെ തൊളിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് കപ്പ വേവിച്ചത് അല്ലെങ്കിൽ
കപ്പ സീസൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ആ പച്ചമുളകും ഉള്ളി അരച്ചില്ലേ അതേ ജാറിലോട്ട് തന്നെ ഒരു 4 ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക്, ഒരു നുള്ള ജീരകം, അതേമാതിരി ഒരു നുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ തേങ്ങ ഓൾറെഡി ചിരകി വെച്ചതാണ്. അപ്പോൾ അതും ഒരു 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂൺ വരുന്ന മാതിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഒന്നല്ലെങ്കിൽ കൈ കൊണ്ട് അല്ലെങ്കിൽ ഇടികളിലുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ആ പൾസ് ബട്ടണിലേക്ക് ഒന്ന് ഇട്ടെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പൾസ് ചെയ്തിട്ട് കാണിച്ചിടാം. അപ്പോൾ ഇതാ പൾസ് ചെയ്ത് വെച്ചത് റെഡിയായി. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ വേവിച്ച കപ്പ എടുക്കുകയാണ്. കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എത്ര വേണോ അത്ര എടുക്കാം. ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നിറയെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മസാല കറക്റ്റായി വരും. അപ്പോൾ കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതാ ഇത്രയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച ക്രഷ് ചെയ്ത് വെച്ച പേസ്റ്റ് അതും കൂടെ ചേർത്തിട്ട് ഞാൻ ഒന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാൻ പോവാണ്. അപ്പം എങ്ങനെയും ചെയ്തെടുക്കാം. അല്ല വെറുതെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം ഇതാ എല്ലാവിടേക്കും തേങ്ങയും ചെറിയുള്ളിയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മളിതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ മറന്നു. അപ്പോൾ നിങ്ങൾ ക്രഷ് ചെയ്യുന്ന സമയത്ത് കൂടെ തന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഉപ്പും കൂടെ ആഡ് ചെയ്തല്ലേ. ഈ കുഴയ്ക്കുന്ന സമയത്ത് തന്നെ കൈ കൊണ്ട് ഈ കപ്പ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അടുപ്പ് കത്തിച്ചിട്ട് അപ്പോൾ കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞ ഉടനെ നമുക്ക് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുക്, കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കൂട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് കുറച്ചുകൂടെ തേങ്ങയും ഇട്ടിട്ട് നമുക്കൊന്ന് ഈ ചെറിയ ഉള്ളിയും തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ആ കൂട്ട് കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ സീസൺ ചെയ്ത കുറച്ചുകൂടെ ഫ്ലേവർ വരുത്തിയിട്ടുള്ള കപ്പയും റെഡി ആവും. ഓക്കെ, അങ്ങനെയും സെർവ് ചെയ്യാറുണ്ട് കപ്പ വേവിച്ചത്. അപ്പോൾ നിങ്ങൾ രണ്ടും ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം മീൻകറി, ചിക്കൻ കറി, ബീഫ് ഒക്കെ നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ വെജ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്, വളരെ ഈസി ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി, ചീനച്ചട്ടി ചൂടായി. അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതിൽ. കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തില്ലേ അതിലോട്ടും കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൂടെ ഉണ്ടെങ്കിൽ അതോടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ വരും. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടാവാൻ തുടങ്ങി. ഞാൻ അതിലോട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി കഴിയട്ടെ. പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് വറ്റൽമുളക്, ഞാനൊരു 2 വറ്റൽമുളക് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഇതാ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് വറ്റൽമുളക് പൊട്ടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യാം.
ഇനി ഞാൻ അതിലോട്ട് ചെറിയ ഉള്ളി നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 ചെറിയ ഉള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതാക്കി കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതും അതിലോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായി വരുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായി വന്ന ഉടനെ നമുക്ക് തേങ്ങ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് ചുവക്കെ അതായത് ലൈറ്റ് ബ്രൗൺ നിറം വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടെ തേങ്ങ. അപ്പോൾ ഇതെന്തായാലും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാവട്ടെ. അതിനുശേഷം കാണിച്ചു തരാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. അതും അങ്ങനെയും ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഞാനൊന്ന് വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ ലൈറ്റ് ഗോൾഡൻ ബ്രൗണറായി വന്നു. നമുക്ക് ഇതിലോട്ട് ബാക്കി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-4 ടേബിൾ സ്പൂൺ വരണ മാതിരി അളവിലുള്ള തേങ്ങയാണ്. അപ്പോൾ അതും ഇതിലോട്ട് മിക്സ് ചെയ്യാണ്. ഇതും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായി വരണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. തീയ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നോൺ സ്റ്റിക്കിൽ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഞാനെപ്പോഴും നോൺ സ്റ്റിക്കും പ്ലാസ്റ്റിക്കും ഒക്കെ ഞാൻ മാക്സിമം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒന്നും കിച്ചൺ ഫുള്ളും പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് പറ്റുന്നിടത്തോളം എല്ലാം ഞാൻ ഒഴിവാക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇതൊന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായി വന്നാൽ നമുക്ക് നേരത്തെ നമ്മൾ തിരുമ്മി വെച്ച തേങ്ങയും കപ്പയിൽ തിരുമ്മി വെച്ചിട്ടില്ലേ, അത് കൂട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ നോക്കൂ, കണ്ടോ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് കരിക്കുന്നില്ല. ഈ ഒരു സ്റ്റേജിൽ നിർത്തുകയാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കപ്പ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് ആയാലും മതി. മാക്സിമം ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് ഇതൊക്കെ ഒന്ന് വേവുന്നവരെ, കാരണം പച്ചമുളക് ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വേവുന്നവരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാം. അടി പിടിക്കാൻ തോന്നുകയാണെങ്കിൽ തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. ഏറ്റവും കുറച്ച് വെച്ചിട്ട് ചെയ്തോളൂ. ഇതാ അടച്ച് വയ്ക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് ഇത് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാനത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ നോക്കൂ, കപ്പ വേവിച്ചത് അല്ലാതെ വേറൊരു സെപ്പറേറ്റ് രീതിയിൽ നമ്മൾ സീസൺ ചെയ്തിട്ട് അതിൽ ഫ്ലേവറൊക്കെ ആഡ് ചെയ്തിട്ട് ഉള്ള കപ്പ വേവിച്ചതും 2 രീതിയിലുള്ള കപ്പയും ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിച്ചമ്മന്തിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. 2 രീതിയിലും കഴിച്ച് നോക്കൂ, ഏതാണ് ഇഷ്ടം. ഇതെല്ലാവരും കഴിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഞാൻ ഇത് ഇനി കഴിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പം ഇനി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ക്രിസ്മസ് റെസിപ്പീസ് വരുന്നതാണ്. ക്രിസ്മസ് സീരീസ് നമുക്ക് ഇതോടുകൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, വളരെ ഈസി അല്ലേ ഉണ്ടാക്കാൻ. ഇത് ക്രിസ്മസിനായാലും നമ്മുടെ നാടൻ റെസിപ്പി ആയിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.